ഹായ്, ഞാൻ ഐഷ ഷംസ്. ഐഷാസ് ഫ്ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, ആ ബെല്ലൈക്കണം അമർത്തണേ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ടൊരു കറിയാണ് കേട്ടോ. ഈ കറിക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, പറഞ്ഞു തരാം. പിന്നെ ആദ്യം തന്നെ കുമ്പളങ്ങ കഴുകി ചട്ടിയിലേക്ക് ഇടുക. ആകെ 1-1.5 പച്ചമുളക് അതിനകത്തേക്ക് മുറിച്ചിടുക. എന്നിട്ട് നമ്മളത് വേവിക്കാൻ വെക്കുക. വെന്ത് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുമ്പളങ്ങേനകത്ത് വെള്ളമുള്ളത് കൊണ്ട്. പിന്നെ തേങ്ങയും ജീരകവും 2-3 വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി അരച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ. ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കണം. തിളക്കണ വരെ ഇളക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും കേട്ടോ. അതിനകത്ത് ആ തേങ്ങ ഒന്ന് പിരിഞ്ഞു പോകും. ഈ കറിയുടെ ബെനിഫിറ്റ്സ് ഞാൻ പറയാം. ഈ കറിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിന് ഗ്യാസ്, അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഫാറ്റി ലിവർ, അങ്ങനെ എല്ലാം നമ്മുടെ എന്ത് കഴിച്ചാലും വയറ് വീർക്കുക. അപ്പോൾ നമുക്കൊരു സുഖം വെച്ചാൽ വയറ് ശരിയായില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ഒന്നും ശരിയാകില്ല. ആദ്യം നമ്മൾക്ക് ആദ്യം ശരിയാവണം, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം ഉണ്ടാവും, BP ഉണ്ടാവും, തലകറക്കം തോന്നും, ഒരു ഉന്മേഷം തോന്നില്ല. നിങ്ങൾ ഉച്ചയ്ക്ക് ഇങ്ങനൊരു കറി ഉണ്ടാക്കിയിട്ടൊന്ന് ചോറ് കൂട്ടി കഴിച്ചു നോക്കിയായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് താളിക്കണമെങ്കിൽ താളിക്കാം. ഞാൻ കുട്ടികളുള്ളതുകൊണ്ടാണ് താളിച്ചത്. കുറച്ച് വെളിച്ചെണ്ണ താളിക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയിട്ട് കരിവേപ്പിലിട്ട്, പിന്നെ ചുമന്ന മുളക് ഇടരുത് കേട്ടോ. അതിന് പകം ഒരു പച്ചമുളക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ടിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് താളിച്ചൊഴിക്കുക കേട്ടോ. നിങ്ങളിത് കൂട്ടി ചോറുണ്ടാക്കും, നിങ്ങൾക്ക് അസിഡിറ്റി പമ്പ കിടക്കും. അത്രയ്ക്ക് നല്ല കറിയാണിത്. അസിഡിറ്റി മാറുവാനുള്ള കറിയാണ്. നിങ്ങൾ കഴിച്ചു നോക്കുക, നിങ്ങളുടെ വയറിന് ആ ഫുൾ ഡേ നല്ല സുഖം ഉണ്ടാകും. അപ്പം നിങ്ങൾ ഇങ്ങനെയൊരു കറി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കണം കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ കാണാം. പിന്നെയും ഞാൻ പറയുന്നു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെല്ലൈക്കൺ എന്നാൽ മാത്രം. നിങ്ങളുടെ മുന്നിൽ വീഡിയോസുമായിട്ട് പിന്നീടും വരുന്നതാണ്, ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും കണ്ടോ, ഈ കറിയുടെ ഒരു ഭംഗി കണ്ടോ. ഇത് എന്തൊരു ഭംഗിയാണെന്നറിയാം. കറി കാണാൻ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ചോറെടുത്ത് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കി എന്തെങ്കിലും ഒരു തോരനും ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി നല്ലോണം കുറയും. അസിഡിറ്റി മാറാൻ പറ്റിയ ഏറ്റവും നല്ല